ഗുരുവിൻ്റെ ചരിത്രഗതികൾ നമ്മൾ ആകെ നോക്കിയാൽ സ്വാമിയെ കാണാൻ വരുന്ന എല്ലാവരോടും സ്വാമിയുടെ ഒരു ചോദ്യമുണ്ട്: നമ്മെ വിശ്വാസമുണ്ടോ? നാം പറഞ്ഞാൽ രോഗം മാറുമോ? നാം പറഞ്ഞാൽ മഴ പെയ്യുമോ? നാം പറഞ്ഞാൽ എങ്ങനെയാകുമോ? സ്വാമി ഇത് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചു കളയും. അത് ഇന്നും പ്രസക്തമാണ്. ഇന്നും ഇപ്പോൾ നമ്മളിവിടെ ഗുരുപുഷ്പാഞ്ജലി ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും ഗുരുപൂജ ചെയ്യുന്നവരാണ്, ഗുരുപുഷ്പാഞ്ജലി ചെയ്യുന്നവരാണ്, ചതകവ്രതം എടുക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മളെ എന്ത് പരിപാടിക്കും നമ്മുടെ ഒരു പ്രധാന സംസ്കാരമാണ് ഗുരുപുഷ്പാഞ്ജലി ആണല്ലോ. നമ്മളെല്ലാവരും ഗുരുപുഷ്പാഞ്ജലി ചെയ്യുന്നവരാണ്. ഗുരുപുഷ്പാഞ്ജലി മന്ത്രം കൊണ്ടുള്ള ഗുരുപൂജ നമുക്കിപ്പോൾ പരിചയമുള്ളതുമാണ്. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ, ഓം സംസാരതാപശമനായ നമഃ, ഓം മനുഷ്യ വിഗ്രഹായ നമഃ, ഓം സത്വഗുണോത്തമായ നമഃ, ഓം പ്രഹിഷ്ടാത്മനേ നമഃ, ഓം വീതരാഗഭയ ക്രോധശോകമോഹ മാനസായ നമഃ, ഓം അവ്യയായ നമഃ, ഓം നിർമ്മലായ നമഃ, ഓം നിഗമാന്തജ്ഞായ നമഃ, ഓം അജ്ഞാനവർത്തിലോകായ നമഃ. ഇപ്പോ നാം ചെയ്യുന്ന ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിന്റെ ആ ഒരു മന്ത്ര സംസ്കാരമാണിത്. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ലോകത്തിൽ ആദ്യമായി ഗുരുവിനെ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം കൊണ്ട് ഉപാസിക്കുവാൻ ആരംഭിച്ചത്? അല്ലെങ്കിൽ ഇത് പോട്ടെ, ലോകത്തിൽ ആദ്യമായി സ്വാമി തൃപ്പാദങ്ങളെ ഉപാസനാക്രമത്തിൽ പൂജിക്കുവാൻ ആരംഭിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ പ്രസാദം എന്ന വാക്ക് സ്വാമി ആദ്യം പറയുന്നൊരു പൂജ എന്നുണ്ടായെന്ന്? ഇതൊക്കെ ചരിത്രത്തിലുള്ള വലിയ അത്ഭുതകരമായ കാര്യങ്ങളാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുമ്പാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഗുരുപൂജ എന്ന് നമുക്ക് സാങ്കേതികമായി പറയാവുന്നതും. അല്ലെങ്കിൽ ഒരു പൂജയുടെ, ഒരു ഉപാസനയുടെ സംസ്കാരത്തിൽ ഗുരു നമ്മുടെ പ്രസാദം എന്ന വാക്ക് സ്വാമി ആദ്യമായി പറയുന്നതും അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുമ്പാണ്. നമ്മൾ സാധാരണഗതിയിൽ ഗുരുവിൻ്റെ ചരിത്രത്തെ 1888 മാർച്ച് മാസം 12-ാം തീയതി അരുവിപ്പുറം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. നമ്മുടെ കുടുംബയോഗങ്ങളിൽ, നമ്മുടെ പ്രഭാഷണങ്ങളിൽ, ഞാൻ എൻ്റെ ശാഖായോഗത്തിൻ്റെ രവിവാര പാഠശാല പഠിക്കുമ്പോൾ അന്നും 1888 മാർച്ച് മാസം 12-ാം തീയതി ശനിയാഴ്ച ശിവരാത്രി അർദ്ധരാത്രി 1069 കുംഭ 23 ഇങ്ങനെ പറഞ്ഞ് പഠിച്ചങ്ങ് പോവാ. അതിനും കുറെ കാലം മുമ്പേ ഗുരുവിന്റെ ചരിത്രം ഉണ്ടായിരുന്നു. 1885 മുതൽ സ്വാമി തൃപ്പാദങ്ങൾ അരുവിപ്പുറത്ത് സ്ഥിരതാമസമായിരുന്നു. നമ്മൾ അങ്ങനെ അധികം അങ്ങ് പറഞ്ഞു പോകത്തില്ല. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് 3 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഗുരു അരുവിപ്പുറത്ത് ഉണ്ടായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുമ്പ് തന്നെ സ്വാമി തൃപ്പാദങ്ങൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ദുഃഖം മാറ്റിയിട്ടുണ്ട്, ദുരിതം മാറ്റിയിട്ടുണ്ട്, രോഗം മാറ്റിയിട്ടുണ്ട്, സന്താന സൗഭാഗ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങോട്ട് പബ്ലിക്കായി അധികം വന്നിട്ടില്ല. അതിലൊരു സംഭവമാണ് ലോകത്തിൽ ആദ്യമായി ഗുരുവിനെ പൂജിക്കുന്നത്, ഗുരുവിനെ നിവേദ്യം വെക്കുന്നത് എന്ന് പറയുവാൻ സാധ്യതയുള്ള ഒരു സംഭവം. ഈ സംഭവത്തിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ജവലിംഗം മൂത്തപിള്ള എന്നാണ്. അദ്ദേഹം ഒരു തമിഴ് ബ്രാഹ്മണനാണ്. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കണക്കെഴുത്തുകാരുടെ മേൽനോട്ടക്കാരൻ എന്ന് പറയും. മൂർക്കോത്തുകുമാരന്റെ വാക്ക് അങ്ങനെയാണ്, കണക്കെഴുത്തുകാരുടെ മേൽനോട്ടക്കാരൻ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ചീഫ് അക്കൗണ്ടന്റ് എന്നോ ചീഫ് ഓഡിറ്റർ എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. കണക്കെഴുത്തുകാരുടെ മേൽനോട്ടക്കാരൻ. ഇദ്ദേഹത്തെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ മഹാഗുരു സീരിയലിനകത്ത്. ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും കൗമുദി ചാനലിൽ വന്ന മഹാഗുരു സീരിയൽ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് ഈ സംഭവം കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പിശകെന്ന് പറയുവാൻ ഞാൻ ആളല്ല, വളരെ പണ്ഡിതന്മാരായ ആളുകളെല്ലാം എഴുതിയിരിക്കുന്ന ചരിത്രം അനുസരിച്ച് ഏതാണ്ട് 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ് ഈ കഥയിൽ. പക്ഷെ സീരിയലിനകത്ത് ഏതാണ്ട് 70ഓളം വയസ്സ് പ്രായമുള്ള വാർദ്ധക്യത്തിലേക്ക് കടന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. അതങ്ങനെ അല്ലെന്നാണ് മൂർക്കോത്തിനെ പോലെയുള്ള കോട്ടുകോയ്ക്കലിനെ പോലെയുള്ള ചരിത്രകാരന്മാർ ഒരേ സ്വരത്തിൽ പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം മാത്രം പ്രായമായിട്ടുള്ള 6 മാസം മാത്രമായിട്ടുള്ള ഒരു യുവാവായിരുന്നു ഈ ജവലിംഗം മൂത്തപിള്ള. അദ്ദേഹം വിവാഹം കഴിച്ചതും ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ്. ഈ പറഞ്ഞതുപോലെ വലിയൊരു ചീഫ് അക്കൗണ്ടന്റും ഓഡിറ്ററും ഒക്കെ ആയിരുന്നത് കൊണ്ട് നല്ല സമ്പന്നനായിരുന്നു. എങ്ങനെ സമ്പന്നൻ എന്ന് പറഞ്ഞാല് 1890 തിരുവനന്തപുരത്ത് കൈതമുക്കില് 30,000 രൂപ മുതൽ മുടക്കി വീട് വെച്ചയാളാ. 1890 30,000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 3 കോടി വരും. അത്രയ്ക്കും പണം മുടക്കി വീട് വെച്ച ആളാ. സ്വാഭാവികമായും ഇദ്ദേഹത്തിന് അസുഖമുണ്ടാകുന്നു. മേലാസകലം തോല് പൊളിഞ്ഞു പോകുക. മൂർക്കോത്തിന്റെ വാക്കാ കേട്ടോ, മേലാസകലം തോല് പൊളിഞ്ഞു പോകുന്ന അസുഖം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരു സോറിയാസിസ് എന്നോ സോറിയാസിന്റെ സ്പീഷീസിൽ വരുന്ന ഏതെങ്കിലും ഒരു അസുഖം ആയിരുന്നിരിക്കണം. ഇദ്ദേഹത്തിന് അവർ ആയുർവേദ ചികിത്സകൾ കൊടുക്കുന്നു. നാട്ടിലെ പ്രഗത്ഭന്മാരായ വൈദ്യന്മാരെ എല്ലാവരും കാണിക്കുന്നു. പ്രകൃതി ചികിത്സകൾ ചെയ്യുന്നു. പിന്നെ നമുക്കൊരു പരിപാടി ഉണ്ടല്ലോ, ഹോമം,
വലിയ പൂജകള്, ബാധയാന്ന് പറയുന്നു, ആവാഹനം തുടങ്ങിയ എല്ലാ കലാപരിപാടികളും ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് മദ്രാസിൽ പോകുന്നു. അന്നത്തെ ഇംഗ്ലീഷ് ഡോക്ടർമാരെ കൊണ്ട് കാണിക്കുന്നു. രോഗം മാറുന്നതേയില്ല. ഏതാണ്ട് 6 മാസമായപ്പോൾ എല്ലും തോലുമായി അവശേഷിക്കുന്നു. എല്ലും തോലുമായി. ആൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും ആവതില്ല. കാലിന്റെ പത്തി വരെ പൊട്ടി പഴുത്ത് ഇറ്റിറ്റ് വീഴുന്ന വല്ലാത്തൊരു ഭീകരമായ അവസ്ഥ. ദേഹത്താകമാനം ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ. ഭാര്യയും അമ്മയും പോലും ഒരു മടുപ്പോടുകൂടി അടുത്തേക്ക് ചെല്ലുന്ന അവസ്ഥ. ആ വീട് ശോകമൂകമായി ഇദ്ദേഹത്തിന്റെ മരണത്തെ പ്രതീക്ഷിക്കുകയാണ്. നോക്കൂ, പണം കൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെ പകച്ചു നിൽക്കുന്ന ചില അവസ്ഥകൾ ലൈഫിലുണ്ടാവും. ഈ സമയത്ത് ഈ ജവലിംഗം മൂത്തപിള്ളയുടെ അമ്മയോട് ഒരാൾ പറയുന്നു, ദാ അരുവിപ്പുറത്തെ കാട്ടിൽ ഒരു വല്യസ്വാമിയുണ്ട് കേട്ടോ. അന്ന് ഗുരുവിനെ വിളിക്കപ്പെടുന്നത് വല്യസ്വാമി എന്നാ. വല്യസ്വാമി നമുക്ക് ചരിത്രത്തിൽ പലയിടത്തും കാണാം. അരുവിപ്പുറത്ത് ഒരു ഗുരുവും കുറെ സന്യാസിമാരും ഉണ്ട്. ആ കൂട്ടത്തിൽ ആ സന്യാസിമാരുടെ നേതാവായ ആളാണ് വല്യസ്വാമി. അന്ന് സാധാരണക്കാർ അങ്ങനെ വിളിക്കുന്നത്. പിന്നീടാണ് സദ്ഗുരു, പരമഗുരു, സാമുദ്രിപാദങ്ങൾ, ശ്രീനാരായണ പരമഹംസ മഹാഗുരു, ഈ രീതിയിൽ ഗുരുവിന്റെ സംബോധന സംസ്കാരം ഡെവലപ്പ് ചെയ്തു വന്നത് പതുക്കെയാ. ആ സമയത്ത് ഗുരുവിനെ സാധാരണക്കാര് വല്യസ്വാമി വല്യസ്വാമി എന്ന് മാത്രമേ വിളിക്കുള്ളായിരുന്നു. ഒരിക്കൽ കൂടി വല്യസ്വാമി എന്ന വിളി നമ്മുടെ ചരിത്രത്തിൽ കാണുന്നൊരു അവസരമുണ്ട് കേട്ടോ. സാമുദ്രിപാദങ്ങൾ മഹാസമാധിസ്ഥനായപ്പോ ഗുരു അനന്തരഗാമിയായി അഭിഷേകം ചെയ്ത ബോധാനന്ദ സ്വാമികള് ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോ ബോധാനന്ദ സ്വാമിയെ ഗുരുവിന്റെ ഡ്രൈവർ, ഗുരുവിന്റെ കാറ് ശിവഗിരി മഠത്തിന്റെ വണ്ടിയിൽ പോയി നന്ദൻകോട് ജനാർദ്ദനൻ ക്ഷണിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ വാഹനം ശിവഗിരി മഠത്തിലേക്ക് കടന്നു വരുമ്പോൾ ജനസമുദ്രമാണ്. ഇന്നത്തെ ശിവഗിരി മഠത്തിന്റെ ബുക്ക് സ്റ്റോളൊക്കെ ഇരിക്കുന്ന ശാരദാ മഠത്തിലേക്കും ഗസ്റ്റ് ഹൗസിലേക്കും പോകുന്ന ആ കേറ്റത്തിന്റെ ഭാഗത്ത് ഒരു പാലം ഉണ്ടായിരുന്നു. അതറിയപ്പെടുന്നത് ശിവഗിരി പാലം എന്നാണ്. ശിവഗിരി പാലത്ത് ഒരു തടിപ്പാലം, അതിനപ്പുറത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ ശിവഗിരി മഠത്തിലോട്ട് ശിവഗിരി മഠത്തിന്റെ വണ്ടി, ആ കറുത്ത ഫിയറ്റ് കാർ കയറി വരികയാണ്. ആ കാറിന്റെ പുറകിൽ ബോധാനന്ദ സ്വാമി ഇരിക്കുന്നു. വാഹനം അവിടേക്ക് കടന്നു വരുമ്പോൾ വലിയ മതില് പോലെ ജനസമൂഹം 2 സൈഡിലേക്ക് മാറി മാറി കൊടുക്കുമ്പോൾ ഗുരുവിന്റെ വാഹനം വന്ന് നിൽക്കുന്നു. കാറിന്റെ ഡ്രൈവർ നന്ദൻകോട് ജനാർദ്ദനൻ ഇറങ്ങി ഡോറ് തുറന്നു കൊടുക്കുന്നു. ബോധാനന്ദ സ്വാമികൾ ജ്വരം ബാധിച്ചാണ് ഹോസ്പിറ്റലിൽ. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സ്വാമി ഒരല്പം വിഷമിച്ച് കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ജനങ്ങൾ, പ്രത്യേകിച്ചും അമ്മമാർ, ബോധാനന്ദ സ്വാമിയെ പൊതിഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് പറയുന്നൊരു വിലാപം ചരിത്രകാരന്മാർ ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വാമി, ഞങ്ങളെ ഇട്ടിട്ട് വല്യസ്വാമി പോയി സ്വാമി എന്ന്. ഇപ്പൊ ഗുരുവിന്റെ സമാധിക്ക് അമ്മമാരെ വിലപിച്ചതാ. വീണ്ടും ഒരിക്കൽ കൂടെ ചരിത്രത്തിൽ വരുന്നുണ്ട് വല്യസ്വാമി. അപ്പൊ ഗുരുവിനെ ഒരു വലിയ ജനതതി വല്യസ്വാമി വല്യസ്വാമി എന്ന് വിളിക്കുമായിരുന്നു. ഈ ജവലിംഗം മൂത്തപിള്ളയുടെ അമ്മയോടും ഒരാൾ വന്ന് പറയുന്നത് അങ്ങനെയാണ്, അവിടെ അരുവിപ്പുറത്തെ കാട്ടിൽ ഒരു വല്യസ്വാമിയുണ്ട്. ആ ആളെ പോയി കണ്ടാൽ രോഗം മാറ്റും, ദുഃഖം മാറ്റും, ദുരിതം മാറ്റും, ഏത് മാറാരോഗവും മാറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സന്യാസിമാരെ കാണുന്നത്, ഇങ്ങനെയുള്ള ഹോമം, ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് ജവലിംഗം മൂത്തപിള്ള. അമ്മ ഒന്ന് മടിച്ച പറയുന്നേ, എടാ അവിടെ അരുവിപ്പുറത്തെ കാട്ടില് ഒരു സ്വാമി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു സ്വാമി, ആ സ്വാമിയെ പോയി കണ്ടാലോ എന്ന്. അപ്പൊ ഈ ജവലിംഗം മൂത്തപിള്ളയുടെ ഒരു ബന്ധു അവിടെ നിന്ന് പറയുന്നുണ്ട്, അതൊരു ഈഴവ സ്വാമിയാന്ന്. ഇവർ നമ്പൂതിരിമാരാണല്ലോ, ഒരു ചാകാൻ കിടന്നാലും ജാതി കളയത്തില്ലല്ലോ. അതൊരു ഈഴവ സ്വാമിയാ, പോയി കാണുന്നത് എങ്ങനെയാന്ന്. അപ്പോ ജവലിംഗം മൂത്തപിള്ള പറയുന്നുണ്ട്, ഇവിടെ ജാതി അല്ലല്ലോ, രോഗമല്ലേ മാറേണ്ടത്. ഇത് വേറെ അനുഭവം ഉണ്ട് കേട്ടോ. ഇവന്മാർ ഇങ്ങനെയാന്നേ, ഇവർക്ക് ഈ നല്ല പണി കിട്ടുമ്പോ പിന്നെ ജാതിയൊന്നുമില്ല.